അപ്പോ ഫൈനലി നമ്മൾ 2 വർഷത്തിന് ശേഷം നാട്ടില് പോവാണേ. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ചെറിയ പർച്ചേസിന് വന്നതാണ് ട്ടാ. ഇവിടെ ഞങ്ങടെ ഫ്രണ്ട്സും ഞങ്ങടെ കൂടെയുണ്ടേ. അവരും നെക്സ്റ്റ് വീക്കാണ് ട്ടാ നാട്ടിൽ പോണേ. അപ്പൊ പിന്നെ ഒരുമിച്ച് പർച്ചേസിന് ഇറങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ അത്ര വലിയ പർച്ചേസ് ഒന്നും അല്ലാട്ടാ. എല്ലാ പ്രാവശ്യവും നാട്ടിൽ പോയി തിരിച്ച് ഇവിടെ വന്നാ വിചാരിക്കുന്ന ഒരു കാര്യാണ്. ഇനി നാട്ടിൽ പോകുമ്പോ പർച്ചേസ് ഒന്നുമില്ല, വെറുതെ കൈയും വീശി പോയി വരാം എന്നൊക്കെ. ബട്ട് പോവാനുള്ള ഡേറ്റ് ഒക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാഗുകൾ നിറയും എന്നതാണ് സത്യം. അത് പിന്നെ അങ്ങനെയാണല്ലോ. നാട്ടിലെത്തി നമ്മളെ കാണുമ്പോൾ അവരും സന്തോഷം. അതുപോലെ അവർക്കായി എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ ആ ചിരിച്ച മുഖം കാണുമ്പോൾ നമ്മളും ഹാപ്പി. അതൊക്കെയല്ലേ ഒരു പ്രവാസിയുടെ സന്തോഷങ്ങള്. 6-7 കൊല്ലം മുന്നേ വരെ എൻ്റെ അച്ഛനൊരു പ്രവാസിയായിരുന്നേ. അപ്പൊ ആ സമയത്ത് അച്ഛൻ ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾക്കായിട്ട് കൊണ്ടുവരാറുണ്ടായിരുന്നു. ഇപ്പൊ അത് നേരെ തിരിച്ചായിട്ടാ. പിന്നെ ഇപ്പൊ നാട്ടിൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ലല്ലോ. ഇവിടെ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ ചിന്തിച്ചത് അതല്ല. വർഷങ്ങൾക്ക് മുന്നേ ഇതൊന്നും കിട്ടാതിരുന്ന കാലത്ത് എത്രത്തോളം ഐറ്റംസ് ആണ് നമുക്കായിട്ട് നമ്മുടെ അച്ഛന്മാരൊക്കെ കൊണ്ടുവന്നിരുന്നത്. അതും നമുക്ക് മാത്രല്ല ട്ടാ, ഒരു കുടുംബത്തിന് മൊത്തമുള്ള സാധനങ്ങൾ ആ പെട്ടിക്കകത്ത് ഉണ്ടായിരിക്കും. അന്നൊക്കെ ഞാൻ വിചാരിച്ചത് ഇതൊക്കെ അവിടെ ചില്ലറ പൈസക്ക് കിട്ടുന്ന സാധനങ്ങളല്ലേന്നാണ്. പക്ഷെ ഇപ്പോ ഞാനൊരു പ്രവാസിയായപ്പോ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ആ പെട്ടിയിൽ കണ്ടിരുന്നത് അവരുടെ 2 കൊല്ലത്തെ സമ്പാദ്യമായിരുന്നെന്ന്. അങ്ങനെ ഒരു പകുതി പർച്ചേസ് കഴിഞ്ഞെന്ന് പറയാം. ഇനിയും ഒരു പകുതി ബാക്കിയാണ് കേട്ടാ. ഇപ്പൊ സമയം ഒരു നേരമായത് കൊണ്ട് ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് പിന്നെ അങ്ങനെ പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഓക്കെ, ബൈ.